നമ്മൾ അങ്കമാലി കിടന്നിട്ട് അങ്കമാലി മാങ്ങക്കറിയുടെ വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് ശരിയാണോ? അങ്കമാലി മാങ്ങക്കറി കാരണം ഒരു പെണ്ണിൻ്റെ കല്യാണം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് പറഞ്ഞിടാവേ. പണ്ടൊക്കെ മാങ്ങയുടെ തണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിറങ്ങനെ ചീറ്റും. അത് കാണാൻ നല്ല രസമായിരുന്നു. അങ്കമാലി മാങ്ങക്കറിയുടെ പേര് പറയുമ്പോൾ അങ്കമാലിക്ക് അടുത്ത് മള്ളിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്കമാലി മാങ്ങാക്കറി വെക്കുകയാണെങ്കിൽ നമ്മുടെ മള്ളിശ്ശേരി മാങ്ങ തന്നെ വേണം കേട്ടോ. അതേപോലെ തന്നെ മള്ളിശ്ശേരി മാങ്ങ അങ്കമാലിക്കറി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. പഴുത്തിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര പുളിയായിരിക്കും. അങ്ങനെയാണ് അങ്കമാലി മാങ്ങക്കറിയും മള്ളിശ്ശേരി മാങ്ങയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ കറി ഉണ്ടാക്കാമല്ലേ, കഥ പിന്നെ പറയാം. മെയിനായിട്ട് ചുവന്നുള്ളിയാണ് വേണ്ടത്. ഇവിടെ ചുവന്നുള്ളി ഉണ്ടായില്ല. അപ്പോൾ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞു, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇട്ട് കൈകൊണ്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചൊറുക്ക ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അങ്കമാലിയുടെ ചില ഏരിയകളിൽ നമ്മുടെ മല്ലിപ്പൊടി സെപ്പറേറ്റ് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച് കറിയിൽ ഒഴിക്കാറുണ്ട് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടമായിട്ട് തോന്നിയത്, അപ്പോൾ അത് അങ്ങനെ ചെയ്തു. തിരുമ്മലിനാണ് അങ്കമാലി മാങ്ങക്കറിയുടെ റിയൽ ടേസ്റ്റ് വരുന്നത്. ഇത് മര്യാദയ്ക്ക് തിരുമിയില്ലെങ്കിൽ കറി ഫ്ലോപ്പാവും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ മാങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണേ. മാങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തിരുമലൊന്നും തിരുമരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിരുമി വെക്കുക. ഒരു 2 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ കേട്ടോ. 1 പാലും 2 പാലും 3 പാലൊക്കെ ഉപയോഗിക്കും. ഇത് നമ്മളിപ്പോൾ മാഗിയുടെ പൗഡർ ആയതുകൊണ്ട് ഡയറക്റ്റ് മാഗിയുടെ പൗഡർ കലക്കിയങ്ങ് ഒഴിക്കുക. മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ വേറെ ഒന്നും ചേർക്കൂല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് വേറെ കേട്ടോ. അപ്പം മാങ്ങാക്കറി ഒന്ന് തിളക്കട്ടെ അല്ലേ, നമുക്ക് കഥയിലേക്ക് പോകാം. ആ സമയത്തിന് പെണ്ണിൻ്റെ വീട്ടിലെ പരിപാടിക്ക് ചെറുക്കൻ്റെ വീട്ടുകാർ വന്നു. ചെറുക്കൻ്റെ വീട്ടുകാരുടെ സ്ഥലം പറയുന്നില്ല കേട്ടോ, അത് നമ്മുടെ അടുത്ത ജില്ലയിൽ നിന്ന് തന്നെയാണേ. ചെറുക്കൻ്റെ വീട്ടുകാരുടെ മെയിൻ ഉദ്ദേശം ഇച്ചിരി പോർക്കിറച്ചിയും ഇച്ചിരി മാങ്ങക്കറിയൊക്കെ കൂട്ടി നാടൻ ഫുഡ് കഴിക്കാനായിരുന്നു. സംഭവം വിളമ്പി വന്നപ്പോൾ പോർക്കിറച്ചി ഇല്ല. പോർക്കിറച്ചി ഇല്ലെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് അങ്കമാലി മാങ്ങക്കറിയെങ്കിലും വേണ്ടേ. അപ്പോൾ അതുമില്ല. സംഭവം ഭയങ്കര ഇഷ്യൂ ആയിട്ടോ. അവസാനം സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. ദിവസത്തേക്ക് മനസ്സമ്മതം അങ്ങ് മാറ്റി. പിന്നെ ഇതുവരെയായിട്ടും അങ്കമാലിക്കാർ റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. എല്ലാ കല്യാണത്തിനും അങ്കമാലി മാങ്ങക്കറിയും പോർക്കും ഇല്ലാണ്ട് ഒരു കളി ഉണ്ടായിട്ടില്ല അങ്കമാലിൽ. ഇച്ചിരി കടുകും ചുവന്നുള്ളിട്ട് പൊട്ടിച്ചിട്ടുണ്ടേ.